ഹലോ ഗൈസ്, അപ്പോൾ ദേ സൺസ്ക്രീനൊക്കെ അടിച്ച് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കുറേ വീടുകളായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഒരു കോമൺ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറുമ്പോൾ നമ്മൾ ബോഡി വാഷ് ചെയ്യും, ഹെയറും ക്ലോറിൻ വാട്ടർ ആയതുകൊണ്ട് കേട്ടോ. ഇരുന്ന് കുളിക്കാം, നിന്ന് കുളിക്കാം, ചൂടുവെള്ളം വരും, പച്ചവെള്ളം വരും. പിന്നെ വെള്ളം ദാഹിക്കുവാണെങ്കിൽ കുടിക്കാനായിട്ട് വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട്. പിന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് വാഷ്റൂംസ് ഉണ്ട്. ആണുങ്ങളുടെ റെസ്റ്റ് റൂമിൽ യൂറിനൽസും ടോയ്ലറ്റും ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സിങ്കും ഉണ്ട്. ലേഡീസിന് ടോയ്ലറ്റ്സും ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സിങ്കുമാണ് കേട്ടോ. ടോയ്ലറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ ടോയ്ലറ്റ് സീറ്റ് കവർ വെച്ചിട്ടാണ് കേട്ടോ ഇരിക്കുക. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന പബ്ലിക് ബാത്റൂം ആയതുകൊണ്ട്. ഇതിപ്പം സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തുള്ള റെസ്റ്റ് റൂമൊന്നുമല്ല, ഏത് പബ്ലിക് ടോയ്ലറ്റിൽ പോയാലും ഇതുപോലത്തെ സീറ്റ് കവർ അവിടെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ ആ പേപ്പർ കീറി നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോൾ അത് വെള്ളത്തിലോട്ട് വീണ് മെൽറ്റായി പൊക്കോളും. ഫ്ലഷ് എന്ന് പറയുന്നതും ടച്ച് ഫ്രീ ആണ് കേട്ടോ. സെൻസർ വെച്ചിട്ടാണ് ഫ്ലഷ് അടിക്കുന്നത്. പുറത്തിറങ്ങുക, ഹാൻഡ് വാഷ് ചെയ്യുക, എയർ ഡ്രയറും ഉണ്ട്, പേപ്പർ ടവലും ഉണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ജക്കൂസി ഉണ്ടാവും കേട്ടോ. അതെല്ലാ സ്വിമ്മിംഗ് പൂളിലും ഉണ്ടാവും. വീടുകളിലല്ല, ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ അവിടെ റൂളുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.